Hi everyone, welcome back to your channel Aspiram Education. This is Dr. Fausia Ahmed. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LBSൽ നിങ്ങൾ നഴ്സിംഗ് സീറ്റിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര ശതമാനം കാസ്റ്റ് റിസർവേഷൻ ആണ് ഓരോ കാറ്റഗറിക്കും LBSന് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രത്യേകിച്ചും ജനറൽ കാറ്റഗറിക്ക് എത്ര, അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് എത്ര, SC/ST കാറ്റഗറിക്ക് എത്ര, എങ്ങനെയുള്ള രീതിയിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ കാറ്റഗറി റിസർവേഷൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി സീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് മെറിറ്റ്, അതിൽ തന്നെ EWSന് കാറ്റഗറൈസേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാണ്ട് സോഷ്യലി ആൻഡ് എഡ്യൂക്കേറ്റലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ OBC, പിന്നെ വരുന്ന ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് SC/ST ആണ്. അങ്ങനെ ഈ മൂന്ന് ഡിവിഷനിലായിട്ട് പിന്നെയും ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറിക്കും ഏകദേശം എത്ര ശതമാനം റിസർവേഷൻ ആണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിന്റെ റിസർവേഷൻ നോക്കാം. സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു റിസർവേഷൻ, കാസ്റ്റ് റിസർവേഷൻ അതിൽ പറഞ്ഞിട്ടില്ല. അതിൽ കംപ്ലീറ്റ്ലി ജനറൽ സീറ്റുകളാണ് പോകുന്നത്. അതിന് റിസർവേഷൻ ടോട്ടലി 50%. ഇനി ഈ ജനറൽ കാറ്റഗറിയിൽ തന്നെ EWS കാറ്റഗറി ഉണ്ട്. അതായത് ജനറൽ കാറ്റഗറിയിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കാറ്റഗറിയാണ് EWS. അതിന് 10% റിസർവേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടലി ഇപ്പം 100% സീറ്റ് ഉണ്ടെങ്കിൽ 50 + 10 വരുമ്പോൾ ഏകദേശം ജനറൽ കാറ്റഗറിക്കായിട്ട് 60% റിസർവേഷൻ ഉള്ളത്. അടുത്തത് വരുന്നത് OBC കാറ്റഗറിയാണ്, അല്ലെങ്കിൽ SC/BC കാറ്റഗറിയാണ്. അതിൽ ഓരോ കാസ്റ്റ് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈഴവയ്ക്ക് 9% റിസർവേഷൻ ആണ് LBS കൊടുക്കുന്നത്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം കാറ്റഗറി 8% റിസർവേഷൻ ആണ് കൊടുക്കുന്നത്. അതർ ബാക്ക്വേർഡ് ഹിന്ദു, അതായത് BH കാറ്റഗറി, അവർക്ക് 3%, ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 3%, ധീവര അതുപോലെ തന്നെ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, വിശ്വകർമ്മ അതുപോലെ തന്നെ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് കുടുംബി, ഇത്രയും കാറ്റഗറിക്ക് ഓരോ ശതമാനം വീതമാണ് റിസർവേഷൻ വരുന്നത്. ഇനി SC/ST കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ SC/ST കാറ്റഗറിക്ക് ടോട്ടലി 10% കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതായത് SC കാറ്റഗറിക്ക് 8% റിസർവേഷനും ST കാറ്റഗറി, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിക്ക് 2% റിസർവേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരുപാട് കുട്ടികൾക്ക് വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ഈ റിസർവേഷൻ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ. ഇപ്പം നിങ്ങൾ ഇന്നൊരു കാസ്റ്റിൽ പെടുന്നു, അപ്പോൾ എനിക്ക് റിസർവേഷൻ കിട്ടുമെന്ന് മാത്രം പ്രതീക്ഷ പോരാ. അതിന് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതിലും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓരോ കമ്മ്യൂണിറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ SC/BC അല്ലെങ്കിൽ OBC കമ്മ്യൂണിറ്റിയിൽ പെടുന്ന, ഞാൻ കുറച്ച് ലിസ്റ്റ് പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് മുമ്പ് സ്ക്രീൻഷോട്ടും ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മേ ബി ഈ ഒരു സർട്ടിഫിക്കറ്റ് നീറ്റിൻ്റെ ഒക്കെ സമയത്ത് എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ല നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ക്ലിയർലി LBSന്റെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിൽ വേണം ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട്. അത് നിങ്ങൾ വില്ലേജ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നു കാണും. ഇപ്പം നീറ്റ് എക്സാമിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സെൻട്രൽ എഡ്യൂക്കേഷൻ അണ്ടറിൽ വരുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും നോൺ ക്രീമി ലെയർ വരുന്നത്. പക്ഷേ അതല്ല, ഇതിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ അണ്ടറിലുള്ള അതിൻ്റെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം റിജക്ഷൻ വരാൻ ചാൻസ് കുറവായിരിക്കും. അതുപോലെ നിങ്ങൾ SC/ST കാറ്റഗറി റിസർവേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ SC/ST കാറ്റഗറി ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങളുടെ തഹസിൽദാറുടെ അടുത്തു നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡോക്യുമെന്റ്സ് എത്രയും നേരത്തെ റെഡിയാക്കി വെക്കുന്നത് നമ്മൾ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ഗുണകരമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഓരോ ഈ നോൺ ക്രീമി ലെയർ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, എല്ലാ സർട്ടിഫിക്കറ്റ്സിനും ഒരു വാലിഡിറ്റി ടൈം ഉണ്ട്. ഇപ്പം നമ്മൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 year ആണ് വാലിഡിറ്റി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 3 വർഷം വാലിഡിറ്റി ആണ് പറയുന്നത്. സോ ഈ വാലിഡിറ്റിക്കുള്ളിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. നിങ്ങളുടെ ആപ്ലിക്കേഷനും റിജക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ടാവും. നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ
ഒരുപാട് കുട്ടികൾ അവരുടെ പേഴ്സണലി നമ്മൾ മെസ്സേജ് അയക്കും, ഇന്ന മാം ഇന്ന കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങളുള്ളത്, എത്ര റിസർവേഷൻ ഉണ്ടായിരിക്കും, ഈ മാർക്കിൽ കിട്ടുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സുകൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, അല്ലാണ്ട് കമൻറ്റ് സെക്ഷനിലും ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിക്കും ഇത്ര റിസർവേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നത്. പിന്നെ അതുപോലെ ജനറൽ കുട്ടികൾക്കൊരു ടെൻഷനും ഉണ്ട്, നമ്മൾക്ക് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 100%-ൽ 60% ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് മാറ്റിയിട്ടിട്ടുള്ളതാണ്. ബാക്കിയുള്ള റിസർവേഷൻ ആണ് ഓരോരോ കാസ്റ്റ് കാറ്റഗറി വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ അവൈലബിൾ ആണ്. അതിൽ കൂടി നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സാം ഡേറ്റ്സ്, അതുപോലെ തന്നെ എക്സാം എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓരോ എക്സാംസിനും, അതുപോലെ തന്നെ ഓരോ കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജുകളെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നടക്കാൻ പോകുന്ന അക്കാഡമിക് ഇയറിൽ എന്തൊക്കെ ഡൗട്ടുകളുണ്ടോ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഫ്രീ ഗൈഡൻസ് ആണ് നമ്മൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയക്കാം. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും നമ്മൾ. സോ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.